വയനാട് പുൽപ്പള്ളിയിൽ പശുവിനെ കൊന്ന കടുവയ്ക്കായുള്ള തെരച്ചിൽ അവസാനിപ്പിച്ചു. കടുവയുടെ കാൽപ്പാടുകൾ പിന്തുടരാൻ കഴിയുന്നില്ല എന്നാണ് വനംവകുപ്പ് അറിയിച്ചത്. ഇനി കടുവയെ കണ്ടാൽ അറിയിക്കണമെന്നും വനംവകുപ്പ് പറയുന്നു. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി. അരുൺ, നേരത്തെ നമ്മൾ ഈ ഗവർണറുടെ സന്ദർശനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് കണ്ടിരുന്നു. അതിൽ ഗവർണർ ഈ പരുക്കേറ്റ് ശരത്തിനെ സന്ദർശിക്കുന്നു, സഹായം വാഗ്ദാനം ചെയ്യുന്നു, ഒപ്പം തന്നെ മരണമടഞ്ഞ അവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുന്നു, അവരെ സമാശ്വസിപ്പിക്കുന്നു. ബിഷപ്പ് ചില പരാതികളുമായി ഗവർണറെ സമീപിച്ചതും നമ്മൾ കണ്ടതാണ്. എന്തായാലും ഏത് തരത്തിലേക്കാണ് ഗവർണർ ഈ വിഷയത്തെ സമീപിച്ചത്? അനുജ, രാവിലെ 9:45 കൂടിയാണ് പടമലയിലെ അജീഷിൻ്റെ വീട്ടിലേക്ക് ആദ്യം ഗവർണർ എത്തിയത്. അവിടെ 20 മിനിറ്റോളം നേരം ഗവർണർ ആ വീട്ടുകാരുമായി സംസാരിച്ചു. അവരുടെ പരാതികൾ കേട്ടു, അവരുടെ ആകുലതകൾ ഗവർണറോട് പറഞ്ഞു. തുടർന്ന് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള നാട്ടുകാരുടെ പരാതികളും പരിഭവങ്ങളും ഗവർണർ കേട്ടു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിനെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെയും അറിയിക്കുമെന്ന് ഗവർണർ നാട്ടുകാർക്ക് ഉറപ്പു നൽകി. ഇതിനുശേഷമാണ് പാക്കത്തെ മരിച്ച പോളിൻ്റെയും അതുപോലെ തന്നെ പാക്കത്തെ കാരേരി ശരത്ത് എന്ന വിദ്യാർത്ഥിയുടെ വീട്ടിലേക്കും ഗവർണർ എത്തിയത്. മൂടേരി ഈ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിൻ്റെ വീട്ടിലും ഗവർണർ സന്ദർശനം നടത്തി. എല്ലാ വീടുകളിലും അവരുടെ വീട്ടുകാരുമായി ഗവർണർ 20 മിനിറ്റോളം നേരം സംസാരിച്ചു. നാട്ടുകാരുടെ ആശങ്കകളും പരാതികളും ഗവർണർ മനസ്സിലാക്കി. ഇക്കാര്യങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും അറിയിക്കുമെന്നും പരിഹാരമുണ്ടാക്കുമെന്നും ഗവർണർ ഉറപ്പു നൽകിയതിന് ശേഷമാണ് ഈ പരിസരത്ത് നിന്ന്, അതായത് വന്യജീവി ആക്രമണം നേരിടുന്ന ആ പ്രദേശങ്ങളിൽ നിന്ന് ഗവർണർ മടങ്ങിയത്. തുടർന്ന് മാനന്തവാടി ബിഷപ്പിനെ കണ്ടിരുന്നു. മാനന്തവാടി ബിഷപ്പ് ഹൗസിൽ നടന്ന വൈദികരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വൈദികർ ഇക്കാര്യങ്ങൾ, ഈ വയനാട് ജില്ലയിൽ വ്യാപകമായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളെക്കുറിച്ചും അതിൽ സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നൊരു പരാതിയും ഗവർണറെ അറിയിച്ചു. തുടർന്ന് കേരള സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള നടപടിയെടുക്കും എന്ന് ഉറപ്പുകൂടി ഗവർണർ ഇന്ന് നൽകുകയുണ്ടായി. അരുൺ, അതിനിടെ ഇപ്പോൾ ഈ കടുവയെ ഇന്ന് നിർത്തിവച്ചിരിക്കുന്നു എന്നതാണ്, അതിനെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഒപ്പം തന്നെ ബേലൂർ മഖ്നയുടെ കാര്യത്തിൽ എന്താണ് ഏറ്റവും പുതിയ വിവരം? 9 ദിവസമായിട്ടും ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുന്നില്ലല്ലോ. അനുജ, പുൽപ്പള്ളി 56-ലാണ് ഇന്നിപ്പോൾ കടുവയെ മയക്കുവെക്കുന്നതിനുള്ള തീരുമാനം. വനംവകുപ്പ് RRT സംഘമൊക്കെ ഉണ്ടായിരുന്നു. 56 കവലയിൽ ഏകദേശം 3 മണിക്കൂറോളം നേരം ഡോക്ടർ അജേഷ് മോഹൻദാസ്, വെറ്റിനറി അസിസ്റ്റന്റ് സർജനാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള RRT സംഘം, വെറ്റിനറി സംഘം കടുവയ്ക്കായി തെരച്ചിൽ നടത്തി. പക്ഷേ കടുവയുടെ കാൽപ്പാടുകൾ അത്ര കൃത്യമല്ലായിരുന്നു, മൈന്യൂട്ടായ കാൽപ്പാടുകളായിരുന്നു. ഇത് പിന്തുടരാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ 9:30 കടുവയെ കണ്ട വീട്ടമ്മയാണ് വനംവകുപ്പിനെ ഇക്കാര്യം അറിയിച്ചത്. തുടർന്ന് വനംവകുപ്പ് എത്തി പരിശോധനകൾ നടത്തിയെങ്കിലും കടുവയെ ആ പറമ്പിലൊന്നും കണ്ടെത്താൻ, തോട്ടമേഖലയാണ്, ആ പറമ്പിലൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. തുടർന്ന് അവർ മടങ്ങിയിട്ടുണ്ട്. ഇനി കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയാണെങ്കിൽ വനംവകുപ്പിനെ അറിയിക്കണമെന്ന് നാട്ടുകാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്, ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഒപ്പം ബേലൂർ മഗ്ന ഇന്നിപ്പോൾ 9ാമത്തെ ദിവസമാണ്. കർണാടക വനത്തിലാണ്, നാഗർഹോള വനത്തിലാണ് ഇപ്പോൾ മഗ്നയുള്ളത്. ഈ കേരള അതിർത്തിയിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്ററോളം അകത്താണ്, വനമേഖലയിലാണ് ഈ മഗ്നയുള്ളത്. എന്തായാലും മഗ്ന കേരളത്തിലേക്ക് എത്തുകയാണെങ്കിൽ അതിനെ മയക്കുവെടി വയ്ക്കാനുള്ള നീക്കം നടത്തുന്നുണ്ട്. ഒപ്പം കർണാടക സംഘവും കേരള വനംവകുപ്പും ഈ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശവുമായുണ്ട്, നിരീക്ഷണം നടത്തുന്നുണ്ട്. അനുജ, അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്.